മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം മരണമാണ്. അത് എപ്പോൾ എങ്ങനെ വന്നെത്തുമെന്ന് പ്രവചിക്കാൻ ശാസ്ത്രത്തിന് പോലും ഇന്ന് പരിമിതികളുണ്ട്. എന്നാൽ മരണം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ശരീരം നമുക്ക് ചില മുന്നറിയിപ്പുകൾ തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? നമ്മുടെ പുരാണങ്ങളിൽ, പ്രത്യേകിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗരുഡ പുരാണത്തിൽ, മരണമടുക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന ചില വിചിത്രമായ ലക്ഷണങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. എന്താണ് ആ ലക്ഷണങ്ങൾ? വിശ്വാസവും യുക്തിയും തമ്മിലുള്ള ആ നൂൽപാലത്തിലൂടെ നമുക്കൊന്ന് പോയി വരാം. ഹിന്ദുമത വിശ്വാസപ്രകാരം മഹാവിഷ്ണു തന്റെ വാഹനമായ ഗരുഡൻ ഉപദേശിച്ച് നൽകിയ കാര്യങ്ങളാണ് ഗരുഡ പുരാണത്തിലുള്ളത്. ഇതിൽ മരണമടുക്കുമ്പോൾ ഒരു മനുഷ്യനിൽ പ്രകടമാകുന്ന 5 പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒന്നാമതായി സ്വന്തം നിഴലിനെ കുറിച്ചാണ് പറയുന്നത്. ഗരുഡ പുരാണം അനുസരിച്ച് മരണമടുക്കാറായ ഒരു വ്യക്തിക്ക് സ്വന്തം നിഴൽ കാണാൻ കഴിയില്ലത്രേ. വെളിച്ചത്ത് നിൽക്കുമ്പോഴും സ്വന്തം നിഴൽ രൂപപ്പെടുന്നില്ല എങ്കിൽ അതൊരു അശുഭ സൂചനയായി അല്ലെങ്കിൽ മരണത്തിന്റെ സാമീപ്യമായി കണക്കാക്കപ്പെടുന്നു. രണ്ടാമത്തെ ലക്ഷണം സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മരിച്ചുപോയ പൂർവികരെ തുടർച്ചയായി സ്വപ്നം കാണുക, അവർ നിങ്ങളെ വിളിക്കുന്നതായോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നടക്കുന്നതായോ ഒക്കെ സ്വപ്നത്തിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അത് മരണം അടുത്തു വന്നതിന്റെ സൂചനയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമതായി യമദൂതന്മാരുടെ ദർശനമാണ്. മരണം അടുക്കുമ്പോൾ ചിലർക്ക് ഭയാനകമായ രൂപങ്ങൾ കാണാൻ കഴിയുമെന്നും ആരോ തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു എന്ന തോന്നൽ ശക്തമാകുമെന്നുമൊക്കെ ഗരുഡ പുരാണം പറയുന്നുണ്ട്. ഇത് സാധാരണയായി രാത്രികാലങ്ങളിലാണ് സംഭവിക്കാറുള്ളത്. വീടിനും പരിസരത്തും ഒരുതരം നെഗറ്റീവ് എനർജി തളം കെട്ടി നിൽക്കുന്നതായൊക്കെ നമുക്ക് അനുഭവപ്പെടും. അനുഭവങ്ങളാണല്ലോ ഇതെല്ലാം. നാലാമത്തെ കാര്യം ഓർമ്മകളാണ്. മരിക്കുന്നതിന് തൊട്ട് മുൻപ് ആ വ്യക്തി ചെയ്ത നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും ഒരു ചലച്ചിത്ര റീൽ പോലെ മനസ്സിലൂടെ കടന്നുപോകും. കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ആ സമയത്ത് ഉണ്ടാകുമെന്നാണ് ഗരുഡ പുരാണം പറയുന്നത്. അവസാനമായി ശരീരത്തിലെ മാറ്റങ്ങളാണ് 5ാമത്തെ ലക്ഷണം. മരണമടുക്കുമ്പോൾ കൈകളിലെ രേഖകൾ മങ്ങുന്നതായും ചിലപ്പോൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നതായും വിശ്വസിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഗരുഡ പുരാണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഭാരതീയ ഇതിഹാസങ്ങളിൽ 18 മഹാപുരാണങ്ങളിൽ ഒന്നാണിത്. കേവലം മരണത്തെക്കുറിച്ച് മാത്രമല്ല ഇതിൽ പറയുന്നത്. ഏകദേശം 8000-ഓളം ശ്ലോകങ്ങളിലായി വ്യാകരണം, വൈദ്യശാസ്ത്രം, ജ്യോതിശാസ്ത്രം, രത്നശാസ്ത്രം തുടങ്ങിയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അറിവുകളെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിരിപ്പുണ്ട്. മഹാവിഷ്ണു ഗരുഡന്റെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന രൂപത്തിലാണ് ഈ ഒരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത്. ജീവിതം എങ്ങനെ ധാർമ്മികമായി ജീവിക്കണമെന്നും മരണശേഷം ആത്മാവിന് എന്ത് സംഭവിക്കുന്നുവെന്നും ഇതിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ലക്ഷണങ്ങളെ എങ്ങനെ നോക്കിക്കാണണമെന്നുള്ളതാണ് നമ്മൾ ഇവിടുത്തെ ചോദ്യം. ഇവയെല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി കൈമാറി വന്ന വിശ്വാസങ്ങളുടെയും പ്രമാണങ്ങളുടെയും ഭാഗമാണ്. മരണത്തെ ഭയപ്പെടുക എന്നതിലുപരി ജീവിതം എത്രത്തോളം ധാർമ്മികമായി ജീവിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഗരുഡ പുരാണം നൽകുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മുടെ മരണസമയത്തെ അനുഭവങ്ങളെ തീരുമാനിക്കുന്നത് എന്നൊരു വലിയ തത്വം ഇതിന് പിന്നിലുണ്ട്. മരണം എന്നതൊരു അവസാനമല്ല, മറിച്ച് ഒരു തുടർച്ചയാണെന്നാണ് ഹൈന്ദവ ദർശനം. ഗരുഡ പുരാണം നൽകുന്ന ഈ സൂചനകൾ ശരിയോ തെറ്റോ ആകട്ടെ, അവ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം വളരെ വ്യക്തമാണ്. ജീവിക്കുന്ന കാലത്തോളം നന്മ ചെയ്യുക, ധാർമ്മികമായി ജീവിക്കുക, ധർമ്മത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, മണ്ണിനോ പെണ്ണിനോ 4 പുത്തന് വേണ്ടിയോ അത് പണയം വയ്ക്കാതിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളം.